ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ശിരസിന് മുകളിൽ ഉയർത്തിയ കൂപ്പുകൈകളോടെ മന്നോർ മന്നൻ പുണ്യനിധിയായ മഹർഷീശ്വരനെ പ്രണമിച്ചു. ആശ്രമത്തിലുള്ള എല്ലാ മുനിമാരോടും നമസ്കരിച്ച് വിടവാങ്ങിയ ശ്രീരാമചന്ദ്രൻ പൊന്നണി പുഷ്പക വിമാനത്തിൽ അതിരോഹണം ചെയ്തു. ദേവേന്ദ്ര തുല്യനായ അയോധ്യാധിപതിയെ മുനീന്ദ്രന്മാർ ആശീർവാദ വചനങ്ങളാൽ അഭിഷേകം ചെയ്തു. വാസവനെ വാനോരെന്ന പോലെ കൊണ്ടാടി കനകവിമാനം ഉയർന്നു. വർഷകാലത്തിൽ കാർമേഘനിരയുടെ സമീപത്തിലെ മുഴുത്തിങ്കൾ പോലെ ദിവ്യ പുഷ്പകസ്ഥിതനായ ദാശരഥിരാമൻ പ്രശോഭിച്ചു. മധ്യാഹ്ന സമയമായപ്പോഴേക്കും അവിടെ നിന്നുള്ള ഹൃദയാർച്ചനകൾ സ്വീകരിച്ച കാകുൽസ്ഥൻ അരമനയുടെ നടുക്കെട്ടിൽ ഇറങ്ങി. ആഗ്രഹമനുസരിച്ച് പോകുന്ന പുഷ്പകത്തിനോട് പോകാം, മാർഗം ശുഭമായി തീരട്ടെ എന്നരുളി ചെയ്തു. കെട്ടിനകത്തെ കാവൽക്കാരോട് പരാക്രമശാലികളായ ഭരതലക്ഷ്മണന്മാരോട് ഞാൻ വന്നതായി അറിയിക്കൂ. അവ രണ്ടുപേരോടും ഇങ്ങോട്ട് വരുവാൻ പറയൂ. അക്ലിഷ്ടകർമാവായ തമ്പുരാന്റെ നിർദ്ദേശം കേട്ട തവണക്കാർ അതിവേഗത്തിൽ കുമാരന്മാരോട് വിവരം ഉണർത്തി. അവരെയും കൂട്ടി തിരുമുമ്പിലെത്തി. സൗമിത്രി ഭരതന്മാർ വന്നതു കണ്ട പെരുമാൾ രണ്ടുപേരെയും ആലിംഗനം ചെയ്തു. അനുജന്മാരെ, ശ്രേഷ്ഠമായ വിപ്രകാര്യം വേണ്ട വിധത്തിൽ സാധിച്ചു. കാകുൽസ്ഥനന്ദനന്മാരെ, ഇനി ധർമ്മസേതു ബന്ധനമാണ് എനിക്ക് ആഗ്രഹമുള്ളത്. അക്ഷയവും അമേയവുമാണ് ധർമ്മസേതു എന്നാണ് എൻ്റെ വിശ്വാസം. സർവപാപ പ്രാണനാശമായിട്ടുള്ളത് തന്നെയാകുന്നു ധർമ്മസങ്കീർത്തനവും. എൻ്റെ ആത്മാവ് തന്നെയായ നിങ്ങളോടുകൂടി ഉത്തമോത്തമമായ രാജസൂയം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അനശ്വരമായ ധർമ്മമാണതിൽ കാണുന്നത്. ശത്രുമർദ്ദകനായ മിത്രൻ രാജസൂയം എന്ന സ്വപ്നത്തെ യഥാവിധി ചെയ്തിട്ടാണത്രേ വരുണപട്ടത്തെ നേടിയത്. ധാർമ്മികനായ സോമനും രാജസൂയത്താൽ അനശ്വര കീർത്തി നേടി ശ്വാശ്വത സ്ഥാനം പൂകി. ഇന്ന് ചെയ്യേണ്ട കാര്യം ഭാവിയിലേക്ക് ശോഭനമായി തീരുന്നത് എന്നോടുകൂടി ആലോചിച്ച് ശ്രദ്ധയോടെ പറയുവിൻ. രഘുകുലനാഥനായ അഗ്രജാഭിപ്രായം വാക്സമർത്ഥനായ ഭരതൻ കേട്ട് സവിനയം, മഹാപ്രഭോ, തിരുമേനിയിലാണ് മഹാധർമ്മം സ്ഥിതി ചെയ്യുന്നത്. ഈ ഭൂമണ്ഡലം ആശ്രയിച്ചിരിക്കുന്നതും മറ്റെവിടെയുമല്ല. മഹാബാഹുവായ അവിടുന്ന് തന്നെ അനശ്വര കീർത്തിയും അചിന്ത്യ വിക്രമവും. ഞങ്ങളെപ്പോലെയുള്ള നരേന്ദ്രകുമാരന്മാർ സർവലോകവിധാതാവിനെ അമരന്മാർ എന്നതുപോലെ ലോകേശനായിട്ടാണ് മഹാത്മാവായ അവിടുത്തെ കാണുന്നത്. മഹാബലശാലിയായ അവിടുത്തെ നാട്ടുകാരെല്ലാം അച്ഛനെ പോലെ കരുതുന്നു. ഈ ഭൂമിക്കും സർവചരാചരങ്ങൾക്കും ശരണ്യൻ രഘുനന്ദനായ അവിടുന്ന് മാത്രം. അങ്ങനെയുള്ള അവിടുന്ന് ഇത്തരത്തിലുള്ള ഒരു യജ്ഞം എങ്ങനെയാണ് നിർവഹിക്കുക? രാജവംശക്ഷയം ഇതുകൊണ്ട് സംഭവിക്കും. പൗരുഷമുള്ള മനുഷ്യർക്കെല്ലാം അവിടുത്തെ കോപത്താൽ നാശം പറ്റും. രാജരാജേന്ദ്ര, ഗുണസ്വരൂപി തന്നെയായ അതുല്യ വിക്രമ, അവിടുത്തെ കീഴിലുള്ള ഈ ഭൂമിയെ മുടിക്കുന്നതിന് തുടങ്ങരുതേ. ഭരതകുമാരൻ്റെ അമൃതധാര പോലെയുള്ള ഈ വാക്കുകൾ സത്യപരാക്രമിയായ ശ്രീരാമചന്ദ്രന് നിസ്തുല്യ ഹർഷമുണ്ടാക്കി. മന്ദഹാസത്തോടെ, അനഘനായ കുമാര, നിന്റെ വാഗ്ജാലത്താൽ ഞാൻ അതീവ സന്തുഷ്ടനും സംപ്രീതനുമായി. ഹേ പുരുഷവ്യാക്ര, ധരാതലത്തെ പരിപാലിക്കുന്നവന്റെ ധാർമ്മിക വാക്കുകളെയാണ് നിർഭയനായി കെൽപ്പോടുകൂടി നീ പറഞ്ഞത്. ധർമ്മജ്ഞനായ ഉണ്ണി, നിന്റെ ശോഭന വാക്കുകൾ കൊണ്ട് രാജസൂയ മഹായജ്ഞം ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിൻവാങ്ങുന്നു. ലക്ഷ്മണാഗ്രജനായ കുമാര, ലോകത്തിന് പീഡയുണ്ടാക്കുന്ന ഏതൊരു കർമ്മവും അറിവുള്ളവർ ഒരിക്കലും ചെയ്യരുത്. നന്മ പറയുന്നത് ബാലന്മാരാണെങ്കിൽ കൂടി കേൾക്കണം. അമേയ ബുദ്ധിമാനായ നിന്റെ അഭിപ്രായത്തെ സംശയിക്കുവാനുണ്ടോ? പൂർണ്ണമായും ഞാൻ അനുസരിക്കുന്നു. ശ്രീരാമദേവന്റെയും യുവരാജ ഭരതകുമാരൻ്റെയും വാക്കുകൾ സശ്രദ്ധം കേട്ട ലക്ഷ്മണൻ സവിനയം ഉണർത്തി. രഘുവംശനായകനായ ജ്യേഷ്ഠ, സർവപാപ വിനാശവും ദുർദർശവും പരിപാവനമായ അശ്വമേധ മഹായജ്ഞം അവിടുന്ന് ചെയ്യണം. ഒരു പ്രാചീന കഥ മഹാത്മാവായ വാസവന്റെ കേട്ടിട്ടുണ്ട്. ബ്രഹ്മഹത്യാ പാപത്താൽ ദുഃഖിതനായ ശക്രൻ അശ്വമേധയാഗം ചെയ്ത് വിശുദ്ധനായി തീർന്നു. മഹാഭുജനായ പ്രഭോ, പണ്ട് ദേവന്മാരും അസുരന്മാരും മിത്രസ്നേഹത്തിൽ വസിക്കുന്ന കാലം. ദിതിപുത്രനും ലോകസമ്മതനും മഹാത്മാവുമായ വൃത്രൻ 100 യോജന വണ്ണവും 300 യോജന ഉയരവുമാർന്ന 3 ലോകങ്ങളെയും സസ്നേഹം നോക്കുന്ന വൃത്രൻ കൃതജ്ഞനും ധർമ്മമെല്ലാം അറിയുന്നവനും ബുദ്ധിസ്ഥിരതയുള്ളവനുമായിരുന്നു. അപ്രമത്തനായ അദ്ദേഹം ഭൂമിക്ക് ധാർമ്മികമായ രക്ഷയേകി. ഭൂമിയാകട്ടെ ആഗ്രഹങ്ങളെല്ലാം ചുരത്തി. കായും കിഴങ്ങും പുഷ്പങ്ങൾ കൂടിയും രസോത്തരങ്ങളായി തീർന്നു.
ഉഴുതാതെ തന്നെ ധാന്യങ്ങൾ സമൃദ്ധമായി വിളഞ്ഞു. അത്യാശ്ചര്യ ആയൊരു ജീവിതത്തെ അനുഭവിക്കുവാൻ ആ മഹാനുഭാവന്റെ ഭരണം കൊണ്ട് നാട്ടുകാർക്ക് സാധിച്ചു. അതിവിഘ്നനായ അദ്ദേഹത്തിന് അത്യുത്തമമായത് തപസ് മാത്രം. ശാശ്വത നന്മയെ നൽകുന്നത് മറ്റൊന്നല്ല. ഈ സുഖങ്ങളൊക്കെ വെറും മനോവിഭ്രമം എന്ന യാഥാർത്ഥ്യം വ്യക്തമായി മനസ്സിലായിരുന്നു. സീമന്തപുത്രൻ യുവാവായപ്പോൾ മധുരാധിപനായി അഭിഷേകം ചെയ്തു. ഘോരാരണ്യത്തിൽ ചെന്ന് വാനവർക്കെല്ലാം താപമുണ്ടാക്കത്തക്ക ഉഗ്ര തപസ് തുടങ്ങി. വൃത്രന്റെ കൊടും തപസ് ഇന്ദ്രനെ പരിഭ്രാന്തനാക്കി. അതിധീനതയാർന്ന ഉംബർകോൻ അഭയമേതും കാണാതെ മഹാവിഷ്ണുവിന്റെ സമീപത്തിലെത്തി. ദേവദേവ, അതികഠിന തപസ്സുകൊണ്ട് വൃത്രൻ സർവ്വലോകങ്ങളെയും വിജയിച്ചു കഴിഞ്ഞു. കരുത്തനും ധാർമ്മികനുമായ അവനെ അടക്കുവാൻ ആർക്കും സാധ്യമല്ല. മഹാപ്രഭോ, ആ ദൈത്യ പെരുമാൾ ഇനിയും തപസ് തുടരുകയാണെങ്കിൽ ലോകങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അവൻ എല്ലാവരിലും മീതിയാകും. അവിടുന്നാണെങ്കിൽ കെങ്കേമനായ ആ അസുരനിൽ അമാന്തമാണ് കാണിക്കുന്നത്. സുരേശ്വര, അവിടുന്ന് ചൊടിച്ചാൽ ആ വൃത്രൻ പിന്നെ ഞൊടി നേരത്തിന് പോലും ഉണ്ടാകില്ല. എന്നു മുതൽ അവിടുത്തോടുകൂടി വൃത്രന് വേഴ്ച വന്നിട്ടുണ്ടോ അന്നു മുതൽ ഉലകങ്ങൾക്കെല്ലാം അവൻ നാഥനായി തീർന്നു. അമരന്മാരിൽ അല്പമെങ്കിലും ദയ അവിടുത്തേക്ക് തോന്നണേ. ജഗത്തിന്റെ ബാധയെല്ലാം അകറ്റുവാൻ അവിടുത്തേക്ക് മാത്രമേ കഴിയൂ. ദീനാനുകമ്പിയായ അവിടുന്നല്ലാതെ ഞങ്ങൾക്ക് താങ്ങും തണലും മറ്റാരാണ്? വൃത്രനെ നേരിടുവാൻ ഒരു ശക്തിക്കും സാധിക്കുന്നതല്ല. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.